എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിജയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം ദാനം പറ്റുന്ന അതിന് ദൈവത്തിന് നന്ദി പറയാം. ഇന്നത്തെ ഇൻട്രോ നമ്മുടെ അടുക്കളയിൽ നിന്ന് തന്നെയാണ്. ഇപ്പം വൈകുന്നേരത്താണ് ഞാൻ ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലും അതിന് മുമ്പിലത്തെ വീഡിയോയിലും കടലയ്ക്ക് ഉപ്പ് കൂടിയപ്പം കുറേ മെസ്സേജുകൾ വന്നു. കൂടുതലും പറഞ്ഞത് പൊട്ടറ്റോ ചേർത്ത ഉരുളൻകിഴങ്ങ് അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്താൽ മതിയായിരുന്നു. ആ സമയത്ത് അത് ഞാൻ മറന്നുപോയി. ഉരുളൻകിഴങ്ങ് ഉണ്ടായിരുന്നു. പിന്നെ തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിക്കാൻ പറഞ്ഞ് തേങ്ങയും പിന്നെന്താ ഉരുളൻകിഴങ്ങും ചേർത്താൽ മതിയെന്ന് പറഞ്ഞ് അങ്ങനെ പല ആരുടെ പേര് ഞാനിപ്പോൾ എടുത്ത് പറയുന്നില്ല. കുറേ പേരങ്ങനെ പറഞ്ഞു. അപ്പോൾ എന്തോ അതിലും അവസാനം അത് ഞാൻ പറഞ്ഞില്ല. ആദ്യം ഞാനൊരു ടൊമാറ്റോ ചേർത്ത് പിന്നെ ടൊമാറ്റോ ചേർത്ത് പിന്നെ ലാസ്റ്റിൽ ആ ടൊമാറ്റോ ചട്നി ഉണ്ടായിരുന്നല്ലേ അതിൻ്റെ കുറച്ചുണ്ടായിരുന്നു. അതുകൂടെ ചേർത്ത് എന്തോ എന്നേലും ശരിയായി. അപ്പം മായ ഒരു കമൻ്റ് ഇട്ട് ഇപ്പം അഖിൽ പറയും ചേച്ചിക്ക് കുറേ ദിവസം കൊണ്ട് മായ എൻ്റെ പേര് മായെന്നാക്കുക. അപ്പം ചേച്ചി ഇങ്ങനെ മായ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കത്തില്ലേന്ന്. അപ്പം മായ പറഞ്ഞു നമ്മൾ പെണ്ണുങ്ങൾ ഉപ്പാണെങ്കിലും കളയാതെ കഴിക്കും. സത്യം, ഒരു സാധനം കളയുന്നതിനോട് നമുക്കത്ര, പക്ഷേ അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്ന അസുഖങ്ങളും ഒന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. നമുക്ക് അത്രയും മുതൽ പോയല്ലോ എന്നുള്ളൊരു ചിന്തയായിരിക്കും. നമ്മൾ വേണമെങ്കിൽ കഴുകിയിട്ടാണെങ്കിലും എടുത്ത് കഴിക്കും. പിന്നെ മീനൊക്കെ വറുത്ത പാത്രത്തിൻ്റെ ഈ സ്മെല്ല് പോകാനും അതിന് കുറേ പേര് കമൻ്റ് ഇട്ടു. നാരങ്ങ തേച്ചാൽ മതിയെന്ന് പറഞ്ഞു. പിന്നെ കടലമാവിട്ട് കഴുകാൻ പറഞ്ഞ്, പിന്നെ പുളിവെള്ളം ഒഴിച്ച് കഴുകാൻ പറഞ്ഞ്, അങ്ങനെ അതിനും കുറേ പേര് പറഞ്ഞു. അപ്പോൾ ഞാൻ നിങ്ങളുടെ ചോദിച്ചില്ലായിരുന്നു ഈ പൾസസിനകത്ത് നമ്മുടെ പയറുവർഗ്ഗങ്ങളില്ലാത്ത എന്തെങ്കിലും ടിപ്സ്, ഈ കീട വരാതിരിക്കാൻ ടിപ്സ് അറിയാമോന്ന്. അപ്പം ഇങ്ങനെ എനിക്കൊരു ഷൈനി ഇങ്ങനെ ഇത്ര ഇട്ടു, കാസ്റ്റർ ഓയിൽ തേച്ചാൽ മതിയെന്ന്. അപ്പം ഞാൻ അന്ന് തന്നെ ആ പാൻ്റെ അകത്തുനിന്ന് ഉണ്ണിയപ്പച്ചട്ടിയുടെ മുകളിൽ നിന്ന് പുക വരുന്ന കാര്യം പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ കാസ്റ്റർ ഓയിൽ തേച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടെ ഞാൻ ചോദിച്ചു അപ്പച്ചട്ടിക്കകത്താന്ന് തോന്നുന്നു. നമ്മുടെ അല്ല, പൾസസിൻ്റെ അകത്താണ്. പൾസസിൻ്റെ അകത്ത് ഇങ്ങനെ കാസ്റ്റർ ഓയിൽ തേച്ച് വെച്ചാൽ മതിയെന്ന് പറഞ്ഞു. പിന്നെ വാട്സപ്പിലും മെസ്സേജ് ഇട്ട് ഗ്രാമ്പു ഇട്ടാൽ മതിയെന്ന്. ഗ്രാമ്പൂവിൻ്റെ ഞാനും കേട്ടിട്ടുണ്ട്, പക്ഷേ ഗ്രാമ്പു അങ്ങനെ എടുത്തിടാൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇടാനില്ല. അപ്പോൾ ഞാൻ ഈ ചോദിക്കുന്നതിനെല്ലാം നിങ്ങൾ ഇങ്ങനെ മറുപടി ഇടുമ്പോഴേ നമുക്കറിയാവുന്ന, ഇപ്പം എല്ലാം അറിയാവുന്ന വ്യക്തികളാരുമില്ല. പക്ഷേ ചില സമയത്ത് എല്ലാം അറിയാം, പക്ഷെ ഒന്നും അറിയാത്ത അവസ്ഥയിൽ നമ്മുടെ ഇതിൽ വരും. അപ്പം ഇങ്ങനെ കമൻസ് ഇടുമ്പോഴേ, ഇപ്പം എനിക്ക് ആവശ്യമാണേലും കമൻസ് ഇടുമ്പം അതറിയാൻ വയ്യാത്ത മറ്റുള്ളവർക്കാണേലും അത് പ്രയോജനം. ഇപ്പം ഇങ്ങനെ കമൻസിൽ ഇടുമ്പോഴേ അത് ഒത്തിരി ഉപകാരമാണ് മറ്റുള്ളവർക്കാണേലും. അപ്പോൾ ഇതൊക്കെയായിരുന്നു. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ചപ്പാത്തി റോളൊക്കെ ഉണ്ടാക്കിയോ? അപ്പോൾ ഈ ചപ്പാത്തി പിന്നെ പനീർ പോലെ എൻ്റെ അടുത്ത് ഗൾഫിലുള്ള എൻ്റെ സബ്സ്ക്രൈബർ പറഞ്ഞ് പനീർ ബുർജിയും ഉണ്ടാക്കി ഇതുപോലെ ചെയ്യാൻ. പിന്നെ എനിക്ക് വാട്സപ്പിൽ ഇന്ത്യയിൽ വെളിയിലുള്ള 2 പേര് പേരിങ്ങനെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ട്, ഒരാളതിൽ കമൻ്റ് ഇടുന്നയാ ഇപ്പം ചേച്ചി ഇത്തിരി ഇഷ്ടമാണ് ചേച്ചിയുടെ വീഡിയോ, ഞങ്ങളുടെ നാട്ടിലുള്ള ആൻറ്റിമാരത്തൊക്കെ സംസാരിക്കുന്ന പോലൊക്കെ ഉണ്ട്. പിന്നെ മറ്റൊരാൾ ജോലി തിരക്കൊക്കെയാ, വീഡിയോ കാണുമല്ല, പക്ഷേ ലൈക്ക് ഇടും, കമൻ്റ് ഇടാറില്ല. അതിനൊക്കെ സന്തോഷമുണ്ട് കേട്ടോ, നിങ്ങളൊക്കെ ഈ വിളിച്ചതിനും വോയിസ് മെസ്സേജൊക്കെ ഇട്ടതിനൊക്കെ കേട്ടോ. പിന്നെ കഴിഞ്ഞ ദിവസം എനിക്കൊരു ഗ്രൂപ്പിൽ മെസ്സേജ് വന്നായിരുന്നു. മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർ പറയുന്നത്, നാട്ടിൽ കേരളത്തിൽ ഒരാഴ്ച കഴിഞ്ഞ് 40 ഡിഗ്രി പുറത്ത് ചൂട് വരാനിരിക്കുക, എല്ലാവരും സൂക്ഷിക്കണം. 12 മണി തൊട്ട് 3 മണി വരെയുള്ള വെയിലാരും കൊള്ളരുത്. അപ്പോൾ ഈ ചൂടിൻ്റെ അസ്വസ്ഥത കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുവാണെങ്കിൽ നിങ്ങൾ ശരിക്കും വെള്ളം കുടിക്കണം. മോരും വെള്ളം, നാരങ്ങ വെള്ളം, ഇങ്ങനെ വെള്ളമൊക്കെ കുടിച്ചുകൊണ്ടിരിക്കണം. കഴിവതും എന്തെങ്കിലും തലയിൽ, ഇങ്ങനെ ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവർ വീട്ടിൽ ഇരിക്കാൻ പറ്റത്തില്ലല്ലേ, തൊപ്പിയോ അങ്ങനെ വല്ലതും വെച്ചുകൊണ്ട് നടക്കണം. ഒട്ടും വെയിൽ കൊള്ളരുത്. മനുഷ്യന് സഹിക്കാൻ പറ്റാത്ത ചൂടാ, ഇപ്പം തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ 40 ഡിഗ്രി പുറത്തെന്ന് പറയുവാണെങ്കിൽ എന്തുവാ. അതുകൊണ്ട് ഞാൻ അന്നേരത്തോട്ട് പ്രാർത്ഥിക്കുന്നേ, കാലാവസ്ഥയൊക്കെ മനുഷ്യർക്ക് അനുകൂലമാക്കി കൊടുക്കണമേ. ഇതെന്താ, ലോകം തീരാറായി, അതിൻ്റെയൊക്കെ ഓരോ അടയാളങ്ങളായി കാണുന്നത്. ഇവിടെ പക്ഷേ അത്രയും ചൂടില്ല. എൻ്റെ ഒരു സബ്സ്ക്രൈബർ
എറണാകുളത്തുനിന്ന് പുള്ളിക്കാരുടെ ഒരു ബന്ധു വീട്ടിൽ പോയിട്ട് ഇവിടെ ബോംബെയിൽ ഒരു ഹോട്ടലിൽ സ്റ്റേ ചെയ്യാൻ വരുന്നവർ. അന്നേരം അവിടെ നിന്ന് എനിക്ക് വിളിച്ച്, വിജി ഞാനിങ്ങനെ ബോംബെയിൽ വന്നിട്ടുണ്ട്, എൻ്റെ മരുമോടെ അടുത്ത് പോയിട്ട് വന്ന വഴിയാണ്, ഞങ്ങളൊരു ഹോട്ടലിൽ. ഞാൻ പറയും നാട്ടിലത്തേനേക്കാൾ ഇവിടെ അധികം ചൂടില്ലല്ലോ വിജിന്ന്. നാട്ടിലത്തെ അത്രയും ഇവിടെ ചൂടില്ല. വൈകുന്നേരം ആകുമ്പോൾ ഒരിത്തിരി തണുപ്പൊക്കെ ഉണ്ട്, പക്ഷേ പകൽ ഇച്ചിരി ചൂട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അന്നേരം ഇപ്പം പെട്ടെന്ന് ക്ലൈമറ്റ് മാറിയുണ്ട്. അതുമല്ല കഴിഞ്ഞ ദിവസം ഞാൻ എണ്ണ തേച്ചിട്ട് ഇങ്ങനെ കുറച്ച് നേരം നിന്ന് ത്രോട്ടിനൊക്കെ ഒരിതും അത് തലവേദനയും ഒരു കോൾഡായി എനിക്ക് ഇവിടെ നിന്നും തൊടാൻ വയ്യ, മുറിഞ്ഞിരിക്കുക, അത്തേ ഒരു അസ്വസ്ഥത. ഓക്കെ, എല്ലാവരും സൂക്ഷിക്കുക, നമുക്കതൊക്കെ പറയാനൊക്കത്തുള്ളൂ. ഇപ്പം വെയിലാന്ന് പറഞ്ഞ് വെളിയിലിറങ്ങി മനുഷ്യർക്ക് ജീവിക്കണമെങ്കിൽ വെളിയിലിറങ്ങിപ്പോയി ജോലിയൊക്കെ ചെയ്തേ ഒക്കത്തുള്ളൂ. നമ്മളെ കഴിയുന്നത് നമ്മൾ അതനുസരിച്ച് സൂക്ഷിക്കുക, പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലാതെ എന്തോ. അപ്പോൾ രാവിലെ ഞാൻ ഉണ്ടാക്കുന്നത്, കഴിഞ്ഞ ദിവസം ഞാൻ മാവിൻ്റെ അകത്ത് കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇട്ട് ഉണ്ടാക്കി പന്നിയാരം പോലെ കൊടുത്തില്ലേ, അപ്പോൾ ഇവർക്ക് ഭയങ്കര ഇഷ്ടമായി അത്. അപ്പം ഞാൻ എന്നാൽ ചിന്തിച്ചെന്നാൽ ഇന്ന് എല്ലാവർക്കും അതങ്ങ് ഉണ്ടാക്കാം. അപ്പോൾ സാധാരണ ഇത് ചട്നിയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത്, നമ്മുടെ ഈ തേങ്ങാ ചട്നിയൊക്കെ അതിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ നല്ല. ഞാൻ അതൊന്നും ഉണ്ടാക്കിയില്ല. ഇങ്ങനെ സവാളയും ക്യാരറ്റും ക്യാപ്സിക്കവും ഒക്കെ ഇങ്ങനെ ചോപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കുക. അപ്പം ഇവൻ പോൾമോൻ കഴിക്കുന്നത് ടൊമാറ്റോ സോസ് കൂട്ടിയ. അപ്പോൾ കൊച്ചിനും ഞാൻ ടിഫിൻ കൊടുക്കാൻ നേരം ഒരു കണ്ടെയ്നറിനകത്ത് ടൊമാറ്റോ സോസ് കൊടുത്തു. അപ്പം രാവിലെ എനിക്ക് ഈസി ആയിരുന്നു. ഇത് എല്ലാവർക്കും ചൂടോടെ ഉണ്ടാക്കിയാൽ കൊടുത്താൽ മതിയായിരുന്നു. അപ്പോൾ ഈ വെജിറ്റബിൾസൊക്കെ ചെയ്യുന്നതുകൊണ്ട് അതൊക്കെ അങ്ങ് വൈകിട്ട് ചെന്നോളും. അവർക്ക് പക്ഷേ വീണ്ടും അത് ഇഷ്ടമായി കേട്ടോ. വൈകിട്ട് വന്നപ്പോഴും പ്രൈസമ്മ ചോദിച്ചുണ്ടോ ഇതെന്ന് ചോദിച്ചു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതങ്ങ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്കും ജോലി ലാഭം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഈ വ്ളോഗിൻ്റെ അകത്ത് ഇടുന്ന ചില റെസിപ്പികൾ എക്സ്ട്രാ ഞാനിടുന്നത്, അത് സൺഡേയിലെങ്ങാനായിരിക്കും ഇടുന്നത്. കാരണം ചിലർക്കത് സെർച്ച് ചെയ്ത് എടുക്കുന്നുണ്ടേ വ്ളോഗിൽ നമ്മൾ ഇടുവാണെങ്കിൽ അവർക്കത് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ഞാൻ ഇടാൻ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ സൺഡേയിൽ ഇന്നലെ റാഗിയപ്പവും വെജിറ്റബിൾ കുറുമ ഇട്ടത്. അപ്പോൾ പ്രീതി ചേച്ചി ചോദിച്ചു ചൂടോടെ ഇത് കഴിക്കണമല്ലേ എന്ന്. ചൂടോടെ കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, തണുത്തിട്ടും കഴിച്ചിട്ട് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഈ റെസിപ്പികൾ ചിലതുണ്ടെങ്കിൽ ഞാനിങ്ങനെ സൺഡേയിലെങ്ങാനും ഇടാൻ നോക്കാമേ. അപ്പോൾ ഇത് ഞാൻ ഒഴിച്ച് ഇച്ചിരി എണ്ണയൊക്കെ സൈഡിൽ ഒഴിച്ച് തിരിച്ചൊക്കെ ഇട്ട് കൊടുത്ത് എന്നിട്ട് അത് ഞാനിങ്ങനെ ഇങ്ങനെ എടുക്കുക കേട്ടോ. അപ്പം എല്ലാവർക്കും ഇങ്ങനെ ഉണ്ടാക്കി ചൂടോടെ ഇങ്ങനെ കൊടുത്ത്. അപ്പം നമ്മൾ ഇങ്ങനെ മാവ് ഒഴിക്കുമ്പം മറ്റേ ഓരോ തവി ഇഡലി ഉണ്ടാക്കുന്നതിനേക്കായി അത്രയും മാവ് നമുക്ക് ആവശ്യം വരത്തില്ല ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. ഇതൊരു 5-6 എണ്ണം ഒരാൾക്ക് കൊടുക്കുമ്പോഴത്തേന് അത് കൂടിപ്പോയാൽ 2 തവി മാവായിരിക്കും. അപ്പം ഞാൻ എല്ലാവർക്കും കൊടുത്തിട്ട് ഇപ്പം ഞാനൂടെ എടുത്തുകൊണ്ട് പോയെന്ന് കഴിക്കാൻ പോവുക. കഴിച്ച് വന്നപ്പോഴത്തേനും പിന്നെ കുക്കിംഗ് പരിപാടിയല്ലേ തുടങ്ങുന്നത്. ഇവിടെയൊക്കെ ഞാനൊന്ന് പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകി പിന്നെ ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എന്നിട്ട് നോക്കിയുണ്ടെങ്കിൽ ഓയിൽ ഈ ഡബ്ബ ബോട്ടിൽ ഞാൻ ഇന്നലെ കഴുകി വെച്ചായിരുന്നു. എന്നിട്ട് അത് ഉണങ്ങി ഇപ്പം അതിൻ്റെ അകത്ത് ഓയിൽ ഒഴിച്ച് വെക്കുക. എവിടോ ഈ പടക്കം പൊട്ടിക്കുന്നു. ഞാനിപ്പോൾ എഡിറ്റിംഗ് ചെയ്ത സമയത്ത് ഞാൻ ജനലടച്ചിട്ടാണ് ചെയ്യുന്നത്, എന്നിട്ടും ഇവിടെ നന്നായിട്ട് കേൾക്കാം. അതിനുശേഷം അരിയൊക്കെ കഴുകിയെടുക്കുന്നുണ്ട്. ബോട്ടിൽ വെള്ളം പിടിക്കുന്നുണ്ടേ ഞാൻ എൻ്റെ ചെടികൾ കൊഴിക്കാൻ. അപ്പം ഞാൻ ഇച്ചിരി പച്ചരി എനിക്ക് സെപ്പറേറ്റ് പൊടിക്കണമായിരുന്നു. അങ്ങനെ പച്ചരി ഞാനെടുത്ത് അവിടെ വെയിലത്ത് വെച്ച് ഉണക്കിയായിരുന്നു. അതൊന്നും അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. സമയം പോലെ അതുകൂടെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പം പ്രിൻസി അച്ചപ്പം അന്ന് പറഞ്ഞ് അച്ചപ്പത്തിൻ്റെ ചോദിച്ചുകൊണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ അരി ഞാൻ ഇങ്ങനെ ഉണക്കാൻ വെക്കുക അച്ചപ്പം ഉണ്ടാക്കാം. പ്രിൻസി എന്ന് എനിക്കെന്നതിന് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കാം. മീൻ വെട്ടുന്നത് കാണാൻ ഇഷ്ടമാണ്. ഹിന്ദി പാഠശാല കമൻറ്റ് വന്നു. അപ്പം ഞാൻ ചിന്തിച്ചെന്നാ കാണിച്ചേക്കാം.
അപ്പോൾ എനിക്കും ഇപ്പോൾ ഏതെങ്കിലും ചാനലിലോ എവിടെയെങ്കിലും മീൻ വെട്ടുന്നത്, മീൻ കറി വെക്കുന്നത്, ചില ടൈറ്റിലുണ്ടല്ലേ, കപ്പയും മീൻ കറിയും കപ്പയും ബീഫ് കറിയും, എത്രയ്ക്കാണെങ്കിലും ഞാൻ എങ്ങനെയും ആ വീഡിയോ കാണും. എന്നിട്ട് ലാസ്റ്റിലത്തെ ആ ഒഴിച്ച് കഴിക്കുന്നതൊക്കെ കാണാൻ എനിക്ക് അതിനേക്കായി ത്രില്ല. എത്ര ആണെങ്കിലും ഞാൻ എവിടെ കണ്ടാലും ഞാനത് നോക്കും. അപ്പം ചിലർക്ക് മീൻ കറി വെക്കുന്ന കാണാൻ ഇഷ്ടമായിരിക്കും, ചിലർക്ക് ഇങ്ങനെ മീൻ വെട്ടുന്ന കാണാൻ ഇഷ്ടമായിരിക്കും. അപ്പം ഞാനിതങ്ങ് സ്പീഡിലങ്ങ് ആക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇത് ഒരു 3/4 മണിക്കൂറൊക്കെ വരും. നമ്മളിപ്പോൾ സ്പീഡിലാകുമ്പോൾ അയ്യോ എന്ത് പെട്ടെന്ന് മീനിൻ്റെ സ്കിന്നൊക്കെ എടുത്ത് കളഞ്ഞു. പക്ഷേ ഇത് ഐസോട് കൂടി വെട്ടിയത് കൊണ്ട് എനിക്ക് അധികം പ്രയാസമില്ലായിരുന്നു കേട്ടോ. അധികം വലിയ മീനും അല്ലായിരുന്നല്ലേ. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് വെട്ടിയെടുക്കട്ടെ. തലയുടെ അവിടുത്തെയും സ്കിന്നൊക്കെ കളഞ്ഞിട്ട് ബാക്കി ഞാനൊരു കവറിൽ കെട്ടി വെച്ച് ഫ്രീസറിൽ വെക്കും. രാവിലെ വേസ്റ്റ് ബക്കറ്റിൻ്റെ അകത്ത് ഇട്ടിട്ട് കച്ചവടക്കാരനത് കൊണ്ടുപോകും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പരിഞ്ഞിൽ തോരൻ വെച്ചോണ്ടെങ്കിൽ ഒരു കമൻറ്റ് വന്ന്, അപ്പോൾ എല്ലാം ഞാൻ പറഞ്ഞല്ലോ മീൻ തോരൻ വെക്കുന്നത് പോലാന്നൊക്കെ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ചേച്ചി അതിൻ്റെ അകത്ത് മീൻ തോരൻ വെക്കുന്നത് പോലാന്നോ പരിഞ്ഞിൽ തോരൻ വെക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മീൻ തോരൻ്റെ അകത്ത് കുരുമുളക് പൊടി ചേർക്കാറില്ല, ബാക്കിയെല്ലാം ചേർക്കും, പക്ഷേ ഞാൻ പുളിയും ചേർത്തില്ലായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ചേച്ചി ഞാൻ ഇതുവരെയും കഴിച്ചിട്ടില്ല, ഉണ്ടാക്കിയിട്ടുമില്ല, ഇപ്പോഴാണ് ഞാൻ കുക്കിംഗ് ഒക്കെ ചെയ്ത് വരുന്നത്, പുളി ഇടണമെന്ന്. ഞാൻ പറഞ്ഞ് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു കഷ്ണം പുളി ചേർക്കാം, അല്ലെങ്കിൽ ഇല്ലേലും കുഴപ്പമില്ല, മീൻ തോരൻ വെക്കുന്നത് പോലെ അങ്ങ് വെച്ചാൽ മതി, നല്ല ടേസ്റ്റാണ്, ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. മീനൊക്കെ വെട്ടി വെച്ചിട്ട് പിന്നെ ചപ്പാത്തിക്കാർക്ക് ഉച്ചയ്ക്ക് മീൻ കറി അപ്പോഴത്തേന് ആയില്ല. അപ്പം ഞാൻ എന്തോ ഇതെന്നോ ഇത്തിരി അല്ലെങ്കിലും ചപ്പാത്തി മീൻ കറി കൂട്ടിയാൽ അവർ കഴിക്കാറുമില്ല. അപ്പോൾ എന്നോട് ഇന്നാളിൽ ഇങ്ങനെ ചോദിച്ചായിരുന്നു കമൻറ്റിൽ കൂടെ, ചപ്പാത്തിയും മീൻ കറിയും കഴിക്കാറില്ലേന്ന്. എനിക്കിഷ്ടമാണ് ചപ്പാത്തിയും മീൻ കറിയും, ചപ്പാത്തിയും ദോശയും. ചപ്പാത്തി മീൻ കറിയേക്കായി എനിക്കിഷ്ടം മീൻ കറിയും ദോശയുമാണ്. അപ്പോൾ ഇവരതൊന്നും കഴിക്കത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അവർക്കൊരു ഉരുളൻകിഴങ്ങ് മെഴുക്കുവരട്ടി ഉണ്ടാക്കാമെന്ന് വെച്ച് ഇച്ചിരി ഉപ്പും മഞ്ഞളും ഇട്ടൊന്ന് വേവിച്ചതിന് ശേഷം ഉപ്പിപ്പറ്റിച്ച് വെള്ളം ഇച്ചിരി ഒഴിച്ച് അതൊന്ന് ഉപ്പിപ്പറ്റിച്ചെന്ന് പറയും വേവിച്ചതിന് ശേഷം പിന്നെ അതിൽ തന്നെ ഇച്ചിരി മുളക് പൊടി ഇട്ട് ഓയിലൊഴിച്ചിട്ട് ഇച്ചിരി മുളക് പൊടി ഇട്ട് ഒന്ന് ഇളക്കി കുറച്ച് നേരം ഒന്ന് ചെറിയ തീയിൽ അവിടെ കിടക്കും. അപ്പം നമ്മുടെ ഉരുളൻകിഴങ്ങ് മെഴുക്കുവരട്ടിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെൻ്റെ പഴയ ഒരു ചട്ടിയാണ്. അത് കഴിഞ്ഞ് ഞാൻ ആമസോണിൽ നിന്ന് 3 ചട്ടി, 1.5 ലിറ്റർ 1 ലിറ്റർ അങ്ങനെയുള്ള ഒരു ചട്ടിയാന്ന് തോന്നുന്നു, 1000 ചില്ലുവാൻ രൂപയ്ക്ക് വാങ്ങിച്ച്. ആ വലിയ ചട്ടി വെറും ഫ്ലോപ്പായിപ്പോയി. അത് തീ അങ്ങോട്ട് ചൂട് കയറുമ്പോൾ അതിൻ്റെ അടിയിൽ നിന്ന് ഓയിലിങ്ങനെ ഉറ്റുറ്റ് വീഴും. പിന്നെ അത് ഉപയോഗിക്കാതെ അങ്ങ് വെച്ചിട്ടുണ്ട്. ഇത് പഴയ ചട്ടിയാണ്. അപ്പോൾ ഇതും കുറേയൊക്കെ ചൂടാകുമ്പോൾ ഓയിൽ പോലെ വന്നു. അതാണ് ഞാൻ ആ ടിഷ്യൂ പേപ്പർ കൊണ്ടുവന്ന് തുടച്ചത്. ഞാൻ പണ്ട് ഉപയോഗിച്ച ചട്ടി ഇപ്പോഴും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഒരു 10-15 വർഷമായ ചട്ടി. അത് കഴിഞ്ഞ് കൊണ്ടുവന്നതെല്ലാം ഫ്ലോപ്പായിപ്പോയി. ഒന്നീ അങ്ങ് വെടിച്ച് കയറും, അല്ലെങ്കിൽ പുക കയറും, അങ്ങനെയൊക്കെയുള്ള. പഴയതുപോലുള്ളത് ഇപ്പോൾ കിട്ടാനും ഇല്ല. എത്രയ്ക്കാന്നേലും നല്ല വിലയുമായി ഇപ്പം. മീൻകറി എത്ര ആന്നേലും ചട്ടിയിലൊക്കെ വെച്ചേലും ഒരു സുമാറുള്ളൂ. ഒരു കോൾഡ്, നല്ല തണുപ്പുണ്ട് രാത്രി ഇപ്പോൾ ഇവിടെ. അപ്പം ഉരുളൻകിഴങ്ങ് മെഴുക്കുവരട്ടിയും റെഡിയായി, ചപ്പാത്തിയും കൊടുത്തു. ഇന്നത്തെ പരിപ്പ് രസം ഇരിപ്പുണ്ട്, ഇച്ചിരി ചീരത്തോരനുണ്ട്, കാബേജ് തോരനുണ്ട്, ഇനി മീൻ കറിയും കൂടെ ഉണ്ടാക്കാം. ചടപട കടുക് കൂട്ടുക. തുണിയൊക്കെ കഴുകി അതൊക്കെ അകത്തെ ഞാൻ വിരിച്ചില്ല, ഇവിടുത്തെ എല്ലാം വിരിച്ചു. കോഴിമോനുണ്ടാകും. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തു. വഴന്ന് വരട്ടെ. ഇപ്പം ഞാൻ സുബിയത്ത് ചോദിച്ചില്ല ആ പാനിപ്പൂരിക്കകത്ത് എന്തുവാ മസാല എന്തോ കൊണ്ട് ഉണ്ടാക്കിയെന്ന്. സുബി അതിൻ്റെ റിപ്ലൈ തന്നില്ലല്ലേ. ഇവിടെ പാനിപ്പൂരിക്ക് മസാല അകത്ത് ഫില്ല് ചെയ്യുന്നത് ഈ വെള്ള പട്ടാണയില്ലേ, അത് വേവിച്ചത്, അത് നന്നായിട്ട് അങ്ങ് വേവിക്കും. അപ്പോൾ അത് അതിൻ്റെ അകത്ത് ഇച്ചിരി ലൂസായിട്ട് അതതിൻ്റെ അകത്ത് നിറച്ചിട്ട് പിന്നെ മധുരമുള്ള വെള്ളത്തിലും എരിവുള്ള വെള്ളത്തിലൂടെ ഇതിങ്ങനെ ഡിപ്പ് ചെയ്തിട്ട്. അപ്പോൾ ഇതിപ്പോൾ 1-2 ദിവസം ആയില്ല. ഇപ്പോൾ സുബി ചെയ്തതും അവർ റെഡിമെയ്ഡ് വാങ്ങിച്ച അതെനിക്ക് ഇനി ഉരുളൻകിഴങ്ങാണോ എന്തോ എനിക്ക് മനസ്സിലായില്ല എന്തുവാന്ന്.
ആ മസാല വേറെ ഒരു രീതിയിലിരിക്കുന്നു. ഞാനിവിടെ ഇച്ചിരി രസം ചൂടാവാൻ തിളച്ച ചോറിൻ്റെ മണ്ടയിലോട്ട് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ എടുത്ത് ഇതിൻ്റെ അകത്ത് പുളിയുള്ളായിരുന്നു. നമ്മൾ എടുത്ത് ഒഴിച്ചായിരുന്നു. അപ്പം നിങ്ങൾ എന്തിക്കും ചേച്ചി അത്രയ്ക്ക് കണ്ണു കാണാൻ വയ്യാന്ന്? എന്തുവന്നോ ഞാൻ പുളിയും ഇങ്ങനെ ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ട് ചൂട് കലത്തിൻ്റെ മണ്ടയിലോ എന്തോ അവിടെ ചൂട് ഉള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ മണ്ടയിൽ വെക്കും. അന്നേരം നന്നായിട്ട് ഒന്നുകൂടെ സോഫ്റ്റ് ആവുമല്ലേ, പെട്ടെന്ന് പുളി ഇറങ്ങുമല്ലേ. അതുകൊണ്ട് അപ്പോൾ രണ്ടും ചെറിയ ബൗളായിരുന്നു. രസവും ഒരാൾക്ക് മതിയല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഇച്ചിരി രസം എടുത്ത് ചൂടാക്കാൻ വെച്ചുള്ളൂ. പുളി അവിടെ ആയിരുന്നു. അതാ ഇപ്പം രസം എടുത്ത് ഒഴിച്ചതിനായിരുന്നു പുളിയുള്ളൂ എന്ന് പറഞ്ഞ്. ഇന്ന് രസം മീൻകറി ആയതിനായിരുന്നു. അപ്പം മീൻ വെട്ടിയ കട്ടിമ്പാടും ആ പാത്രങ്ങളും എല്ലാം ഉണ്ടായിരുന്നു കഴുകാൻ. അതെല്ലാം ഒന്ന് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. എടുത്ത് വെക്കുക. ഞാനവിടെ അപ്പുറത്ത് കുക്കറിൽ ഇച്ചിരിയും കൂടെ ചുമന്നേരി ഉണ്ടായിരുന്നു. അതങ്ങ് ഇട്ട് ഞാൻ പറഞ്ഞില്ല ഇവിടെ ഇവർക്കൊന്നും ഇഷ്ടമല്ലെന്ന്. അപ്പോൾ സാവകാശം അത് ഞാൻ കുക്കറിൽ ഒരു വിസിലടിച്ചിട്ട് കുറച്ച് നേരം അവിടെ ഇട്ടേക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ അരപ്പൊക്കെ തിളച്ച് ഞാൻ മീൻ കഷ്ണങ്ങളൂടെ പറക്കിയിട്ട് കൊടുത്ത് കറിവേപ്പില ഇട്ട് ഉലുവാപ്പൊടി ഇട്ട്. അപ്പം ഞാനിത് അച്ചപ്പത്തിനുള്ള അരിയാണ് പൊടിക്കുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ വെയിലത്തിട്ടിരുന്നായിരുന്നല്ലോ. ഇന്നിപ്പോൾ എടുത്ത് അത് പൊടിക്കുന്ന ഉടനെ നന്നായി നമ്മളപ്പം അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് ഒന്ന് അരിപ്പ ഉണ്ടെങ്കിൽ അരിച്ചെടുക്കണം. എന്നിട്ട് വീണ്ടും തരി വരുവാണെങ്കിൽ ആ തരി വീണ്ടും നമ്മൾ മിക്സിയിലിട്ട് വീണ്ടും ഒന്ന് അടിച്ചിട്ട് അരിച്ചെടുക്കണം. അപ്പം ഞാനിതിപ്പം നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തരി ഇല്ലാതെ നല്ല നമുക്ക് കൈ കൊണ്ട് തൊടുമ്പോൾ അറിയാം. നിങ്ങൾ പൂച്ചയുടെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഞങ്ങളുടെ 3rd ഫ്ലോറിലൊരു വീട്ടിലുണ്ട്. അതിൻ്റെ സൗണ്ടാണ്. അത് ഇടയ്ക്ക് ഫ്ലോറിലൊക്കെ കയറി വരും. മീൻ ഇവിടെ തിളക്കട്ടെ. ഞാനേ അകത്ത മുറിയിലെ തുണികൾ പോയി വിരിച്ചിടട്ടെ. അപ്പോഴത്തേക്കിനത് അപ്പം മീൻ കറി നന്നായി തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. അപ്പം രാത്രിയിലാണ് എടുത്തതിന് ശേഷമുള്ള ബാക്കി ഞാനൊന്ന് തിളപ്പിച്ച് വെക്കുന്നുണ്ടേ. ഇപ്പോൾ ഇച്ചിരി നമ്മൾ കൂടുതലുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഇച്ചിരി മല്ലിപ്പൊടിയും ചേർക്കുമല്ലേ. അതുകൊണ്ട് ഞാൻ വൈകിട്ടും അല്ലെങ്കിൽ ഞാൻ ബാക്കിയുണ്ടെങ്കിൽ വൈകിട്ടും തിളപ്പിച്ച് രാവിലെയും തിളപ്പിക്കും. അതിന് ശേഷം ഞാൻ രാത്രി എല്ലാവർക്കും പാലാണെങ്കിൽ പാല്, പിള്ളേർക്ക് ബോൺവിറ്റ ആണെങ്കിൽ ബോൺവിറ്റ അങ്ങനെ എന്തെങ്കിലും കൊടുക്കും. ചിലപ്പം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കും. അതെല്ലാം അടുക്കളയെല്ലാം ഒതുക്കി. അപ്പം ഫ്രിഡ്ജിലെല്ലാം സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കാബേജ് ഇങ്ങെടുത്ത് വെളിയിൽ വെച്ച് സ്ഥലമില്ലാതായിപ്പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേരെ. ചെയ്തോര് ചെയ്യണ്ട കേട്ടോ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.